താറാവോ? അത് ഒഴുകി വന്നതല്ലായിരിക്കുമല്ലോ. ആണോ? നമ്മുടെ ഞങ്ങളൊന്നും ഇടല്ലോ. വണ്ടിയില്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് പനച്ചിക്കാടിന് സമീപമുള്ള കല്ലുങ്കക്കടവിലാണ്. അവിടെ എൻ്റെ ഇതുണ്ട്. ഈ പരിസരം മുഴുവൻ വെള്ളമാണ്, നിങ്ങൾക്ക് കാണാം. ഇത് പുതുപ്പള്ളി ഇരവനല്ലൂർന്ന് പരുത്തുംപാറയ്ക്ക് പോകുന്ന വഴിയാണ്. പനച്ചിക്കാട് വഴിയുള്ള ആ റോഡാണ്. ഇവിടെ കല്ലുങ്കക്കടവെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ് ഈ കല്ലുങ്കക്കടവ് എന്ന് പറയുന്ന സ്ഥലം. കണ്ടോ, വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഭയങ്കര വെള്ളമാണ്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ ഏറെക്കുറെ മുട്ടിന് മോളി വെള്ളമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇനിയും ജലനിരപ്പ് ഉയരും. അതുകൊണ്ട് എൻ്റെ ആ അങ്ങ് നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ, അവർ നിൽക്കുന്നത് പാലത്തിൻ്റെ അവിടെയാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്ന് ബ്രേക്ക് ഡൗൺ ആവുകയും ഈ വെള്ളം അറിയാതെ, അതുകൊണ്ട് ആരും ഈ വെള്ളം ഇറങ്ങുന്നിടം വരെ ആരും ഈ വഴി വാഹനമായിട്ട് യാതൊരു കാരണവശാലും വരരുത്. കാരണം അത്രയ്ക്ക് അപകടകരമായ രീതിയിലാണ് വെള്ളം വന്നിരിക്കുന്നത്. സഞ്ചിക്കകത്ത് മറ്റേ കൂടുകൂടി അച്ഛൻ ഒരു കാര്യം ചെയ്താൽ എൻ്റെ വളത്തിൻ്റെ ഈ വെള്ളം ജില്ലയും എൻ്റെ കോളേജ് എപ്പോഴും അവിടെ കട്ടി വെക്കും 2.5 സ്കാഡുകാർ വന്നോ? എന്നിട്ട് വല കണ്ടിച്ചു കളയാ എന്നെല്ലാം പരിപാടിയാണ്. ഈ കരക്കിരിക്കുന്ന വല വരാന്മാർ മറ്റേ ഇത് നമ്മൾ ഉണങ്ങാൻ വെക്കൂല്ലോ, അത് വരാന്മാരെടുത്തു. അത് ശരിയാ. കഞ്ചാവും ഇതൊക്കെ ആയിട്ട് പോകുന്നവനൊന്നും പിടിക്കാനും നേരെയില്ല. ഇന്നലെ ആ പോയതും വെള്ളം അടിച്ചിട്ട് പോയതുകൊണ്ട് അല്ലാമാരൊന്നും പോകല്ലേ. അതെ അതെ അതെ. ഉണ്ട്. ഇന്നലെ ഈ റൂട്ടിൽ ഇവിടെയൊക്കെ ഒരുപാട് മീൻപിടുത്തക്കാരുള്ളതാണ്. ഇന്നലെ ഇവിടെ സ്കാഡുകാർ വന്ന് മീൻ പിടിക്കുന്നവരുടെ വലയെല്ലാം ചെത്തിക്കണ്ടിച്ചെന്നാണ് പറഞ്ഞത്. അങ്ങനെ വല എടുത്തുകൊണ്ട് പോകാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഊത്തപ്പിടുത്തം നിരോധിച്ചിരിക്കുകയാണിപ്പം. നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ആ സമീപവാസികളോട് ചോദിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് യാത്ര ചെയ്യാവുള്ളൂ. കാരണം ഇപ്പോൾ ഇതിലെ വാഹനം പോകത്തില്ല. അതുപോലെ സ്വല്പം വെള്ളം ഉള്ളതെന്നും വെച്ച് ഒരു കാരണവശാലും വാഹനം ഇറക്കരുത്. ഞാൻ ആ റൂട്ടിൽ പോയപ്പം കണ്ട ഒരു കാഴ്ചയാണ്. 1 കൊല്ലം മുമ്പ് ഇവിടെ ഈ സ്കൂളിൻ്റെ മതിൽ ഇത് കണ്ട്, LP സ്കൂളാണ്. ഇതിൻ്റെ ഇവിടുത്തെ മതിൽ ഇടിഞ്ഞു പോയതാണ്. കുട്ടികൾ കളിക്കുന്ന ഒരു പാർക്കിൻ്റെ സമീപമാണ്. അവിടെ വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് 1 വർഷമായി ഇതിവിടെ ഇടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാനിവിടെ വന്ന് ഇത് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടതാണ്. ഇപ്പം സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഇതുവരെ ഇതിന് നടപടിയായിട്ടില്ല.
ഇന്നലെ പുതുപ്പള്ളി പാറയ്ക്കക്കടവിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ ആ വെള്ളക്കെട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.